ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളും അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവെന്ന് പറയും. സവർണറുടെ മുമ്പിൽ അവർണർക്ക് എഴുന്നേറ്റ് നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ആളാണെന്ന് പറയും. പക്ഷേ അതൊന്നുമല്ല ഗുരുദേവൻ നേടിയെടുത്ത നേട്ടം. മാനവരാശി ലോകത്ത്, അതായത് പാശ്ചാത്യരായാലും പൗരത്യരായാലും സാഹിബായാലും ആരായാലും ലോകത്ത് മനുഷ്യനാണ് ഏറ്റവും വലുത്. നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം, അതിന് വിഘാതമായിട്ടുള്ളതെല്ലാം ഇല്ലാതാകണമെന്ന ഒരു വലിയ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ച ഈ കേരളത്തിൽ പ്രവർത്തിച്ച, ഞാനും നിങ്ങളിൽ പലരും പഠിച്ചതുപോലെ ഇംഗ്ലീഷ് പഠിക്കാതെ സംസ്കൃതം പഠിച്ച് തപസ്സിലൂടെ ഈശ്വര അനുഗ്രഹവും ഈശ്വര ചൈതന്യവും ഉൾക്കൊണ്ട ഒരു മനുഷ്യനായി പിറന്ന ഒരു ദൈവമായിരുന്നു എന്ന് പറയാം. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ശ്രീനാരായണ ഗുരു ദൈവമായിരുന്നോ അതോ ശ്രീനാരായണ ഗുരു ദൈവമല്ലായിരുന്നോ എന്നൊക്കെ പല വിധികളും ഒരുപക്ഷെ പറഞ്ഞതാണ്. പക്ഷേ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ, ഈ ലോകത്തിൻ്റെ അനുഭവത്തിൽ അദ്ദേഹം കാണിച്ചു തന്ന പ്രവൃത്തികളെല്ലാം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി വന്നുകൊണ്ടിരിക്കുന്ന കാലം. നമ്മൾ BC AD എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? ബിഫോർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ക്രൈസ്റ്റ്, AC ആനി ഡൊമിനി, ദി ഇയർ ഓഫ് ദ ലോർഡ്. അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയുന്നത് ഇയർ ഓഫ് ദ ലോർഡാണ്. അതിന് മുമ്പുള്ളതാണ് ബിഫോർ ക്രൈസ്റ്റ്, BC. അപ്പോൾ ചരിത്രം ആ കാലഘട്ടം ഇങ്ങനെ തിരിച്ചതുപോലെ ഇന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും കൊണ്ട് ഇന്ന് ശ്രീനാരായണ ഗുരു മറ്റൊരു ചരിത്രം, മറ്റൊരു കാലഘട്ടം സൃഷ്ടിച്ചിരിക്കുകയാണ്. ശ്രീനാരായണ മഹാഗുരു ഇന്ന് ശ്രീനാരായണ യുഗത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.